ഹായ് ഫ്രണ്ട്സ്, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അമ്പഴങ്ങ ഇത് ബഡ് ചെയ്തതാണ്. ഇതിന് സീഡ്ലെസ് ആണ്, കുരുവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാങ്ങയില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഉപകാരം ചില്ലറയൊന്നുമല്ല കേട്ടോ. നമുക്ക് ഉപ്പിലിട്ടത് ഉണ്ടാക്കാനും ചമ്മന്തി അരയ്ക്കാനും ഒക്കെ ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കായം കൂടിയാണ്. ഇത് കുറച്ച് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പുളി കുറയും. കുട്ടിതിൽ ഇതിന് നല്ല അസല് പുളിയാട്ടോ. ഇതുണ്ടോ, ഇത് നമുക്ക് കാന്താരി മുളകും ഉപ്പും ചതച്ചിട്ട് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ്. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പം ഞാൻ ഇത് ഉപ്പിലിട്ടത് ഞാൻ ഇട്ടിട്ടുണ്ട്, ചാനലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് നാളികേരവും ഉപ്പും പിന്നെന്താ ഉള്ളിയും മുളകൊക്കെ കൂട്ടിയിട്ട് ഇന്നൊരു ചമ്മന്തി അരയ്ക്കാം നമുക്ക് ഉച്ചയ്ക്ക് ഊണിന്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഇത്തിരി പുളിയായാലും നാളികേരം ചേർക്കണ കാരണം അത്രയും പുളി തോന്നില്ല. ഇത് എപ്പോഴും ഇതുണ്ടാവും കേട്ടോ. ഇത് ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പൂത്തുണ്ട്. അങ്ങനെ പല തരത്തിലായിട്ട് അത് ഉണ്ടാകും. എപ്പോഴും ഇതുമ്മേ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പൂത്തുണ്ട് ഉണ്ടോ. ഇത് മാങ്ങ നുറുക്കണ മാതിരി ചെറുതായിട്ട് നുറുക്കാം. ഇതിലേക്ക് ഉള്ളി, കാന്താരിമുളക്, അമ്പഴങ്ങ, നാളികേരം, ഉപ്പ്, കറിവേപ്പില ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരയ്ക്കാം. നമ്മുടെ അമ്പഴങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് പച്ചക്കടുക് അരച്ച് മാങ്ങാപ്പരിക്ക് പോലെയും ഇത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ചമ്മന്തിക്ക് വേറിട്ടൊരു സ്വാദാണ്. മാങ്ങയില്ലാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. അപ്പം എൻ്റെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ബൈ.